അല്ല ഞാൻ ഫുള്ളൊന്നുമില്ല. ഹലോ, കുറച്ച് ദിവസമായി വിചാരിക്കുന്നു കാസർഗോഡ് എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് അങ്ങോട്ട് പോയാലോ എന്ന്. അങ്ങനെ രാഹുലേട്ടനോട് പറഞ്ഞപ്പോൾ ഓക്കെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണനും കൊണ്ട് ഞാനും രാഹുലേട്ടനും കൂടി എക്സ്പോ കാണാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് അണങ്കൂർ ഹോണ്ട ബൈക്ക് ഷോറൂമിനടുത്താണ്. മാജിക് ലാൻഡ് എക്സ്പോ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. 5 വയസ്സിന് മുകളിലെ കുട്ടികൾക്കും കൂടി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതേ ഞാനും രാഹുലേട്ടനും കൂടി ടിക്കറ്റ് എടുത്ത്, കണ്ണനും ടിക്കറ്റ് ഇല്ല കേട്ടോ, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിനുള്ളിലെത്തി. അപ്പോൾ ടൈമിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ടൈമിംഗ് എന്ന് പറയുമ്പോൾ 3 മണി തൊട്ട് 9:30 വരെയാണ് ടൈമിംഗ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 2:45 ടൈമിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 മണിക്ക് ശേഷമേ നമുക്ക് അതിനുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിലേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇങ്ങനെ ഒരുപാട് ഗ്ലാസ് അക്വേറിയമാണ്. ഒരുപാട് നിറത്തിലുള്ള, ഒരുപാട് സൈസിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടത് ഇത് കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. പിന്നെ ഒരുപാടുണ്ടായിരുന്നു, ഒരു 4-5 റൂം സെക്ഷനിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കാണുമ്പോൾ ആൾക്കും ഭയങ്കരമായിട്ട് മടുത്തും. അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കിക്കൊണ്ട് പോവാണ്. കുറേ എണ്ണമൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ എണ്ണം എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ഇതേ ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തോണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോണ്ടും അങ്ങനത്തെ മുന്നോട്ട് പോവാണ്. അപ്പോൾ കണ്ണൻ അതിനെ പിടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചില്ലുകൂട്ടിയിലാണ് ഉള്ളതെന്ന് ആൾക്ക് മനസ്സിലാവില്ലല്ലോ, ആൾ കുഞ്ഞല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് അക്വേറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഗ്ലാസ് ടണലിലേക്കാണ്. അതായത് കടലിനുള്ളിലേക്ക് പോകുന്നൊരു ഫീല് കിട്ടുന്ന ആ ഒരു സംഭവമില്ല, അതിലേക്കാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം ഇവിടുന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഭയങ്കരമായിരുന്നു. അങ്ങനെ ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസ് എടുത്തില്ല ഈ പ്രാവശ്യം, വീഡിയോസ് മാത്രമേ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല. നല്ല തിരക്കായിരുന്നു. ഫോട്ടോസ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ ആൾക്കാരായിരുന്നു. അപ്പോൾ കണ്ണൻ ഇത് കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ചുറ്റും മീനുകളാണ്, പിന്നെ വെള്ളമാണ്. ഒരു നമ്മൾ വെള്ളത്തിനടിയിലൂടെ പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗ്ലാസ് അക്വേറിയം ആയിരുന്നു. അതിനും ഒരുപാട് ഗ്ലാസ് അക്വേറിയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വലിയ വലിയ മീനുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീണ്ടും അക്വേറിയം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം വലിയ വലിയ മീനുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ കറി വെക്കില്ലേ, ആ ഒരു ടൈപ്പ് മീനുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. കളർഫുൾ ആയിട്ടുള്ള പല സൈസിലുള്ള അങ്ങനെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കരിമീനൊക്കെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അതേ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും ഇഷ്ടംപോലെ അക്വേറിയം ആയിരുന്നു. അപ്പോൾ കുറച്ച് അക്വേറിയം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ടണലിൽ എത്തിയിട്ട് വേറൊരു ടണലും കൂടി എത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ 2 ടണലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ കണ്ണൻ പറഞ്ഞു എനിക്ക് മീനെ പിടിക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ ആളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈറ്റും പിന്നെ മീനും വെള്ളമൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ടണൽ കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു സെക്ഷനിലെത്തി. അവിടെയാണെങ്കിൽ ഐസ്ക്രീം സ്റ്റാളും പിന്നെ ചില്ല് ഗ്ലാസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പൽ, അത് ഇത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ വേഷം കെട്ടിയ ഇങ്ങനെ മൃഗങ്ങളുടെ വേഷം കെട്ടിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷമായിട്ടോ. കണ്ണന് ഇഷ്ടമുള്ളൊരു മൃഗം കൂടി ഉണ്ടായിരുന്നു, ആന. കണ്ണനാണെങ്കിൽ ആനയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആനയെ ഭയങ്കര ഇഷ്ടമാട്ടോ. ആന പുറത്ത് കയറണം, അതാണ് കണ്ണൻ്റെ ഏറ്റവും വലിയൊരു മോഹം എന്ന് പറയുന്നത്. ആളെപ്പോഴും ഞങ്ങളോട് പറയും നമുക്ക് ആനപ്പുറത്ത് കയറണമെന്ന്, ആനയുടെ തുമ്പിക്കൈ പിടിക്കണമെന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആനയുടെ ഒന്നിച്ചാണ് കൂടുതൽ ടൈം ആളുണ്ടായിരുന്നത്.
ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഏരിയ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ആനിമൽസിൽ റാബിറ്റ്, പിന്നെ എലിഫൻറ്റ്, മിക്കി മൗസ് ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണനായിരുന്നെങ്കിൽ ആനയുടെ ഒന്നിച്ചാണ് കൂടുതൽ ടൈം ഉണ്ടായിരുന്നത് കേട്ടോ. ആനയ്ക്ക് താറ്റ കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കൈ കൊടുക്കുന്നു, പിന്നെ എൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടിക്കൊടുക്കുന്നു, ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോഴത്തെ കണ്ണൻ ആനയെ വിട്ട് മാറില്ല, ആനയുടെ ഒന്നിച്ച് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം നോക്കിയ റാബിറ്റിൻ്റെ മിക്കി മൗസിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാൻ, പക്ഷേ ആൾ ആനയുടെ ഒന്നിച്ചായിരുന്നു. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പല യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഇങ്ങനെ ആൾക്കാരൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്നൊരു ഏരിയ ആയിരുന്നു ഇത് കേട്ടോ. കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അങ്ങനത്തെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു, കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ഇരുന്നു കണ്ണന് വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നപ്പോൾ കണ്ണൻ വരുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാഹുലേട്ടൻ പറഞ്ഞു നമുക്കിതിന് വേഗം രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ കണ്ണൻ നമ്മളെ എന്തായാലും പോകാൻ സമ്മതിക്കില്ല എന്ന്. അങ്ങനെ കണ്ണനും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയൊരു ആന പുറത്തുണ്ട്, അപ്പം നമുക്ക് അതിൻ്റെ പുറത്ത് കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ണനും കൊണ്ട് പോവുകയാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്റ്റാൾസ് ആയിരുന്നു. അതായത് ഒരുപാട് കച്ചവടക്കാരും അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് കളറോ പെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമായിരുന്നു, എനിക്ക് മേടിക്കണം എന്നുണ്ട്. പക്ഷേ കണ്ണന് ഇതിനെ കുറിച്ച് അറിയുന്ന ഒരു പ്രായമായിട്ടില്ലല്ലോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഇങ്ങനെ പഴയ മിഠായികളുണ്ടല്ലോ, അതായത് പുല്ല് മിഠായി, പിന്നെ ജോക്കർ മിഠായി, അങ്ങനെ ഒരുപാട് പഴയ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ രാഹുലേട്ടൻ ഒട്ടും സമ്മതിച്ചില്ല. രാഹുലേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം, നീ വേഗം നടക്ക്, വേഗം വണ്ടി കയറുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടക്കാം കേട്ടോ. എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ രാഹുലേട്ടൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. പിന്നെ നമ്മൾ എത്തിയത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്ഷനിലാട്ടോ. ഒരുപാട് ജ്വല്ലറീസും മേക്കപ്പ് ഐറ്റം, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സെക്ഷനായിരുന്നു. പക്ഷേ ഈ ഒരു സെക്ഷൻ ഞാൻ പോയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ വെറുതെ മേടിച്ച് കൂട്ടുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സെക്ഷനിൽ നോക്കാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ കണ്ടത് കണ്ണൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. ഒരുപാട് ടോയ്സ് ഉള്ളൊരു സെക്ഷനിലായിരുന്നു. ഇത് കണ്ടപ്പോൾ കണ്ണൻ അങ്ങോട്ട് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ മൈൻഡ് ആക്കിയില്ല. കണ്ണൻ നമുക്കപ്പുറം വലിയൊരു സംഭവമുണ്ട്, വലിയ ആനയുണ്ടെന്നൊക്കെ പറഞ്ഞതേ ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. കണ്ണൻ അതിൽ എന്തൊക്കെയോ സാധനം വേണമെന്ന് പറഞ്ഞു. സ്പൈഡർമാൻ, ഹൾക്ക്, അതൊക്കെ കണ്ണൻ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാർട്ടൂണൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ആൾ പറയുന്നുണ്ട്. ഹൾക്ക് വേണം അമ്മ, ഹൾക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലേട്ടൻ പറഞ്ഞു വേഗം നടക്കില്ലെങ്കിൽ കണ്ണൻ എല്ലാം കൂടി നമ്മളെ മേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പോവാണ്. പിന്നെ കുറച്ചെത്തിയപ്പോൾ വീണ്ടും നമ്മൾ എന്തൊക്കെയോ സംഭവങ്ങളുള്ള സെക്ഷനായിരുന്നു. സോക്സ്, അത് ഇത്, പിന്നെ മോതിരം, അങ്ങനെയുള്ളൊരു സെക്ഷനായിരുന്നു കേട്ടോ. കണ്ടോ, കാണാൻ നല്ല രസമാണ്. എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ മേടിക്കും, എനിക്ക് എന്തെങ്കിലും ലൈക്കായ ഭയങ്കര ഇഷ്ടമായ ഞാൻ എന്തായാലും മേടിക്കാറുണ്ട്. പിന്നെ കണ്ടത് ഇങ്ങനെ 3 ജോഡി സോക്സിന് ഇത്ര 100 രൂപ, അങ്ങനെ ഒരു സെക്ഷനായിരുന്നു. വാച്ച്, പിന്നെ ക്യാപ്പ്, അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നു. ഗ്ലാസ്, തൊപ്പി, അത് ഇത്, അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ, എല്ലാം നമ്മൾ കണ്ടു എന്നല്ലാതെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ കുറച്ചും കൂടി നടന്നപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടോ. ഇവിടെയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോളിഫ്ലവർ ബജി, പിന്നെ മഞ്ചൂരിയൻ, പിന്നെ പാനിപ്പൂരി, പാവ് ബജി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനോട് ചോദിച്ചപ്പോൾ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ഐസ്ക്രീം പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 എന്ന് വെച്ചാൽ കണ്ണനും രാഹുലേട്ടനും മേടിച്ചു. അപ്പോൾ കണ്ണ് ഫുള്ള് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഐസ്ക്രീം ഒന്നും മേടിക്കാത്തത് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപയാണ്. ഒരു ചോക്ലേറ്റും ഒരു മാംഗോ ഫ്ലേവറാണ് മേടിച്ചത്. നല്ല കത്തിയായിരുന്നു, പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചൊന്നും കൂടി നടന്നപ്പോൾ റൈഡ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടോ. അതാണെങ്കിൽ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ വേറൊരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു, ബേർഡ് ഷോ എന്നുള്ളൊരു സെക്ഷൻ. ഒരാൾക്ക് 60 രൂപയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ രാഹുലേട്ടന് പറഞ്ഞു എനിക്ക് ബേർഡ്സിനെ ഒന്നിച്ച് ഫോട്ടോ എടുക്കണം, അപ്പോൾ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ 60 രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബേർഡ്സിൻ്റെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സംഭവം, ഇതെന്താ ഓന്താണോ, ഈ ഒരു സംഭവം, പിന്നെ ഈ ഒരു പക്ഷിയൊക്കെ തൊടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ ഇതിനുള്ളിൽ കയറാൻ ആഗ്രഹമുള്ളവർ, ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളവർ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ പൈസ തരണം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മളിങ്ങനെ തൊടാണ്.
അപ്പോൾ ഇത് നമ്മുടെ മേത്തേക്കൊക്കെ കയറും കേട്ടോ. പക്ഷേ കയറണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടത് നമ്മൾ അതിനൊന്നും നിന്നില്ല. അപ്പോൾ കണ്ണൻ ഇതിനെ തൊടായിരുന്നു. കണ്ണന് ഒട്ടും പേടിയുണ്ടായില്ല കേട്ടോ. കണ്ണൻ എന്തോ മുൻ ജന്മ പരിചയം പോലെ ആളെ തൊടായിരുന്നു. പിന്നെ ഇതേ പാമ്പിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഇതിനുള്ളിലാണല്ലോ, ചില്ലിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് പേടിക്കേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ग्रीन कलर बांबेड അതിന്റെ പേര് सनी होली वो किल येलो चला किल सनी Macau. Macau. Salamul. Sugar glider. This sugar glider. ഇതെന്തിരാവൂലേട്ടാ? അല്ല ഓനെ കൊത്തട്ടെ മങ്കി കണ്ണ് മങ്കി വന്ന രാവിലേട്ടാ നല്ല പോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 60 രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്കൊരു സമ്മാന കൂപ്പൺ കിട്ടും കേട്ടോ. അതെന്ന് പറഞ്ഞത് ഫസ്റ്റ് പ്രൈസ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാലും നമ്മൾ എടുത്ത് എന്നേയുള്ളൂ. അപ്പോൾ ഇതേ നമ്മളെടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതായത് ഒരുപാട് ജീവികളും ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി തരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനൊക്കെ കാണുന്നത് കേട്ടോ. ഒരുപാട് ഇതുവരെ കാണാത്ത, ഇതുവരെ ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ജീവികളൊക്കെ ഉണ്ടായിരുന്നു. പാമ്പും പിന്നെ എന്തൊക്കെയോ ഓന്ത്, പിന്നെ മുയൽ, താറാവ്, പിന്നെ എന്തൊക്കെയോ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ ഇതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. രാഹുലായിട്ടാണെങ്കിൽ ഇതിനേക്കാളും സന്തോഷമായിരുന്നു. ആൾ ഭയങ്കര പക്ഷി സ്നേഹിയും മൃഗസ്നേഹിയും ഒക്കെ അല്ലേ. അതൊക്കെ കാണുമ്പോൾ രാഹുലായിട്ടിനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ എടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ എന്നെ കാണിച്ചു തരാം കേട്ടോ. ജർബി അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് കഴിയുമ്പോൾ തന്നെ കണ്ണൻ നല്ല രീതിയിൽ മടുക്കാൻ തുടങ്ങി. അങ്ങനെ ദേ കണ്ണൻ താഴെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത് താഴെ ഇറങ്ങിയിട്ട് ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരുന്നു. നല്ല സ്പീഡിൽ പായുന്നുണ്ടായിരുന്നു. ഞാൻ ആളെ പിടിച്ചിരുത്തി കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ ആളെ പിടിച്ചിരുത്തി. പിന്നെ നമ്മൾ 60 രൂപ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഇത് ഫുള്ളായിട്ട് കാണണ്ടേ. അങ്ങനെ ഏകദേശം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ എണ്ണം ഞാൻ വിട്ടു കേട്ടോ. കാരണം ഒരുപാട് എടുക്കുമ്പോൾ തന്നെ മൊബൈൽ നല്ല രീതിയിൽ ചൂടാകുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടാകുന്ന
ടൈമിൽ രാഹുലേട്ടനാണ് വീഡിയോസൊക്കെ എടുത്തുന്നത്. പിന്നെ രാഹുലേട്ടൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടാവും ഞാൻ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രാഹുലേട്ടനാണ് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വീഡിയോസൊക്കെ കൂടുതലെടുത്ത രാഹുലേട്ടനാണ് കേട്ടോ. എന്നോട് പറഞ്ഞു ഞാൻ എടുത്തരാം വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലേട്ടനാണ് എടുത്തുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ രാഹുലേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ഇതോടു കൂടിയാണ് വീഡിയോസൊക്കെ എടുത്തുന്നത്. പിന്നെ ഇതിൻ്റെ പേരൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു, പക്ഷെ കുറേ എനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കണ്ടോ ഈ ഒരു കുഞ്ഞ് എലിയൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ നല്ല രീതിയിൽ മടുക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണനും കൊണ്ട് പുറത്ത് പോകാമെന്ന്. കണ്ണൻ നല്ല രീതിയിൽ അലമ്പാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണനും കൊണ്ട് പുറത്ത് പോയപ്പോൾ രാഹുലേട്ടനാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ജീവികളുണ്ടായിരുന്നു, പല തരത്തിലുള്ള നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്ത ജീവികളും പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. കുറച്ച് ടൈം എടുത്ത് നമ്മളിവിടെ കാണേണ്ടി വരുന്നേ ഉള്ളൂ. കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. ചില സമയത്ത് അവർക്ക് മടുക്കും, അവർ അലമ്പാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ കോഴികളുടെ പല തരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കോഴികളും ഒരുപാട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. തീവണ്ടി അപ്പോൾ ദേ റൈഡ്സ് തുടങ്ങിയതേ ഉള്ളൂ, ബാക്കിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ 80 രൂപയാണ് ഈ ഒരു തീവണ്ടിയുടെ റൈഡ്സിന്. അങ്ങനെ ദേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.